ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് നമ്മളെ നാട്ടിലത്തെ, അതായത് ഇന്ത്യൻ ഭരണ വ്യവസ്ഥയിൽ ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള SIR ലിസ്റ്റിൽ പേര് വന്നവരും പേര് ഇല്ലാത്തവരും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ 2025 ലാസ്റ്റിൽ ആ റിസൾട്ട് വന്ന സമയത്ത് പേര് ചേർത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും കൂടി വെരിഫൈ ചെയ്യണം നിങ്ങളെ പേര് 2026 ലിസ്റ്റിലുണ്ടോ എന്ന്. പ്രത്യേകിച്ചിട്ട് പ്രവാസി വോട്ട് ലിസ്റ്റിൽ. ഓക്കെ, പ്രവാസി വോട്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ, അതായത് ഇത് നെവർ മൈൻഡ് ആയിട്ട് തള്ളിക്കളയുന്ന ആൾക്കാരോടും കൂടി പറയാനുള്ളതാണ്, ഇത് നെവർ മൈൻഡ് ആക്കണ്ട. ഇത് നിങ്ങൾക്ക് പിന്നീട് പണി കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ലിസ്റ്റിൽ പേര് ചേർത്തോ, അതെന്നും ഗുണമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പഴയ പ്രവാസി വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്നും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുക 2026 ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താക്കണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ പേര് അക്ഷയ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ പേര് അതിൽ ചേർക്കണം. ഓക്കെ, നാട്ടിലെ BLRO മുഖാന്തരം ബന്ധപ്പെട്ട് കാര്യമില്ല. അവർക്ക് ഓൾറെഡി ഇഷ്ടംപോലെ വർക്കുണ്ട്. ഓരോ വീടുകളും വീടാന്തരം കയറിയിട്ട് അവർ വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിൽ കുറേ ദിവസം നടന്നിട്ട് നട്ടപ്പിരാന്തായിട്ട് ഞാൻ നാട്ടിൽ ഒരാഴ്ച ലീവിന് പോയിട്ട് എൻ്റെ കാര്യം ശരിയാക്കിയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നാട്ടിൽ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഓക്കെ, പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പോവാൻ ചെയ്യുക. വെക്കേഷൻ ഇപ്പം നാട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് വരിക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് പറയാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ടേക്ക് കെയർ.